ഒരു കാർ വാങ്ങാൻ തീരുമാനിച്ചിട്ട് അവസാനം മറ്റൊരു കാർ വാങ്ങിയവരാണോ നിങ്ങൾ? ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇതെൻ്റെ ടാറ്റ സഫാരി. പുതിയ സഫാരി അല്ല കേട്ടോ, 2006 മോഡൽ. 20 വർഷം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പല പല യാത്രകളും ചെയ്തത്. മഴയിലൂടെയും പുഴയിലൂടെയും ചുരം വഴിയും ഗവിയിലോട്ട്, അങ്ങനെയെല്ലാം ഒരുമിച്ച്. പക്ഷേ കഴിഞ്ഞ ഒരു വർഷം ഞങ്ങളുടെ ഒരുതരം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു. അവൾ സർവീസ് സെൻറ്ററിൽ, ഞാൻ വീട്ടിൽ, അവൾ സർവീസ് സെൻറ്ററിൽ. ഇടയ്ക്ക് വല്ലപ്പോഴും ഞാൻ ഒരു വിസിറ്റിംഗ് അവറിൽ ഞാൻ പോയി കാണും. ഒരു സ്പെയർ പാർട്സ് കിട്ടാൻ വേണ്ടി ഞാൻ എത്രമാത്രം ആഴ്ചകളാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വല്ലപ്പോഴും എനിക്ക് കിട്ടുന്നൊരു മറുപടി, സാർ ആ കമ്പനി ആ സ്പെയർ പാർട്സ് ഒക്കെ നിർത്തി കേട്ടോ, ഇനി വല്ലോ ജങ്കിയാർഡിലോ വല്ലോ പോയി നോക്കേണ്ടി വരും. അങ്ങനെയാണ് ഞാൻ പുതിയ വണ്ടി ഒരു അന്വേഷിച്ചിറങ്ങിയത്. 2006 സഫാരി വാങ്ങുമ്പോൾ അതൊരു വണ്ടി ആയിരുന്നില്ല. അന്ന് സഫാരി എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ്, റോഡിലെ ഒരു രാജാവ്. ആ ഒരു ഗാംഭീര്യവും ആ ഒരു റോഡ് പ്രസൻസും അടിപൊളിയായിരുന്നു. നീണ്ട 20 വർഷം എന്നെ ഇവിടെ ഒരിക്കലും വഴിയിലിട്ടിട്ടില്ല, സത്യം പറയാമല്ലോ. പക്ഷേ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് കഥ മാറി. ആദ്യം ചെറിയ ചെറിയ പണികൾ കിട്ടിത്തുടങ്ങി, പിന്നെ അത് വലിയ പണികളായി, പിന്നെ പണി മാത്രമായി. സർവീസ് സെൻറ്റർ എനിക്ക് ഒരു തരം രണ്ടാമത്തെ വീട് പോലെ മാറി. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം ഈ പണിയായിരുന്നില്ല. നമുക്ക് പ്രതീക്ഷിക്കാം 20 വർഷം കഴിഞ്ഞ വണ്ടികളൊക്കെ ഇതേപോലെ പണികൾ തരും. പക്ഷേ ഇതിൻ്റെ സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി, അവിടെയാണ് നമുക്ക് ശരിക്കുള്ള പണി കിട്ടിയത്. ഈ 2006 മോഡൽ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ സ്പെയർ പാർട്സുകൾ ഇപ്പം അവരുണ്ടാക്കാറില്ല. അപ്പോൾ മെക്കാനിക്ക് പറയും ചിലപ്പോൾ OLX-നെല്ലാം പോയി നോക്കുക. അങ്ങനെ എൻ്റെ സ്പെയർ പാർട്ടുകൾ അന്വേഷിച്ചിറങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഒരു ട്രഷർ ഹണ്ട് പോലെ മാറി. ഒരു പാർട്സിന് വേണ്ടി ഞാൻ വിളിക്കാത്ത സ്ഥലങ്ങളില്ല. കോയമ്പത്തൂരും പഞ്ചാബിലും പിന്നെ എവിടെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടോ അവിടെയെല്ലാം ഞാൻ വിളിക്കും. അങ്ങനെ അവസാനം ഞാനൊരു തീരുമാനമെടുത്തു, ഈ സഫാരി അങ്ങ് വിറ്റ് കളഞ്ഞേക്കാം. അങ്ങനെ 20 വർഷത്തെ ഒരു ഓർമ്മകളുമായിട്ടൊക്കെ ഒരു വണ്ടിയെ നമുക്ക് വിൽക്കുക എന്നുള്ളത് ഒരു ഇമോഷണൽ ഒരു പ്രശ്നമാണല്ലോ, അത്ര എളുപ്പമൊന്നുമല്ല. എന്നാലും എനിക്കൊരു പുതിയ വണ്ടി കിട്ടിയേ പറ്റത്തുള്ളൂ. അങ്ങനെ കുറേ വണ്ടികൾ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആദ്യത്തെ വണ്ടിയാണ് സ്കോഡയുടെ കൈലാക്ക്. ഞാൻ ഷോറൂമിൽ വിളിച്ചു. അപ്പോൾ തന്നെ അവരുടെ ഒരു ടോപ്പ് വേരിയൻറ്റുമായിട്ട് നമ്മുടെ വീട്ടിലെത്തി. ഞാൻ ചാടിക്കറി വണ്ടി ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. സംഭവം പറയാമല്ലോ, എനിക്ക് നല്ലപോലെ അങ്ങ് ഇഷ്ടപ്പെട്ടു. നല്ല അടാർ പോളിപ്പം വണ്ടി. അതിന് കാരണം ഈ ടാറ്റ സഫാരിയിൽ നിന്ന് ഏത് വണ്ടിയിൽ വയ്ക്ക് മാറിയാലും അത് ഗഡിലോസ്കി തോന്നും. ഞാൻ സഫാരിയൊന്നും കുറ്റം പറയുന്നതല്ല കേട്ടോ, സംഭവം സഫാരി അടിപൊളി തന്നെയായിരുന്നു. പക്ഷേ അതൊരു സ്പാർട്ടൻ വണ്ടിയായിരുന്നു. ഈ ഞാൻ വണ്ടി വാങ്ങിയ സമയത്ത് എയർ ബാഗ് എന്ന് പറയുന്നത് തന്നെ ഒരു ലക്ഷറി ആയിരുന്നു. അതായത് വലിയ വമ്പൻ എക്സ്പെൻസീവ് വണ്ടികളിലൊക്കെ മാത്രമേ എയർ ബാഗ്സ് ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ടൊക്കെയാണ് അധികം പരിക്കുകളൊന്നും വെക്കാണ്ട് ഇവിടം വരെ എത്തിയത്. അത്ര മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഒരുവിധം എൻട്രി കാറിൽ പോലും 6 എയർ ബാഗ്സ് ഉണ്ട്. പിന്നെ കണക്ടിവിറ്റിയുടെ കാര്യം ഒന്നും പറയാണ്ടിരിക്കുന്നതാണ് ഭേദം. ഒരുതരം ഹ്യൂമൻ ടു ഹ്യൂമൻ ഇൻട്രാക്ഷൻ, അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരു സമയമായിരുന്നു ഈ 2006. നേരിട്ട് സംസാരിക്കുക. നമ്മുടെ ഇടയിൽ ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ സ്നേഹബന്ധങ്ങളെന്ന് പറയുമ്പം ഇലക്ട്രോണിക്സ് വഴി ആയിരിക്കണം എന്ന് നമ്മൾ വാശി പിടിക്കരുതല്ലോ. നേരിട്ട് സംസാരിക്കുന്നതാണ്. ഇന്നത്തെ തലമുറകളെല്ലാം ഇൻസ്റ്റ വഴിയും ചാറ്റ് വഴിയൊക്കെ ആണെങ്കിലും പണ്ടൊക്കെ നമ്മൾ നേരിട്ടായിരുന്നു സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഹ്യൂമൻ ടു ഹ്യൂമൻ ഇൻട്രാക്ഷൻ എൻകറേജ് ചെയ്യുന്ന ഒരു സമയത്ത് വാങ്ങിയ വണ്ടിയിൽ ബ്ലൂടൂത്തും ആപ്പിൾ കാർപ്ലേയും ഒന്നും കാണത്തില്ല എന്ന് ഊഹിക്കാം. ബ്ലൂടൂത്തിൻ്റെയൊക്കെ റിസർച്ച് നടക്കുന്ന സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതുകൊണ്ട് നമ്മുടെ വണ്ടിയിൽ അങ്ങനത്തെ ഒരു ടെക്നോളജി ഇല്ലായിരുന്നു. ഡ്രൈവ് ചെയ്യുക, വീട്ടിൽ വരിക. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത്, ഏത് വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്താലും അതെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് തോന്നും. കൈലാക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്, പക്ഷേ ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫീച്ചർ ആയതുകൊണ്ടായിരിക്കാം, അതിൽ വെന്റിലേറ്റഡ് സീറ്റ്. ആ സീറ്റിലൊക്കെ അങ്ങോട്ട് ഇരുന്ന് നല്ലതുപോലെ അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് സിറ്റിയിൽ കൂടെയൊക്കെ ഒന്ന് കറങ്ങി വീട്ടിൽ വന്നു. നല്ല പൊളപ്പൻ തണുത്ത സീറ്റുകൾ. ഈ വണ്ടി കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് ചോദിച്ചുടാ, ഞാനിങ്ങനെ ഒരു സ്കോഡ കൈലാക്ക് എടുക്കാൻ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്, എന്താ അതിൻ്റെ അഭിപ്രായം? കാരണം അവൻ അത്യാവശ്യം വണ്ടികളൊക്കെ ഓടിച്ചും വണ്ടികളൊക്കെ ഓൺ ചെയ്തും എക്സ്പീരിയൻസ് ഉള്ള ഒരുത്തനാണ്. അവൻ പറഞ്ഞു, മോനെ സംഭവം സ്കോഡയാണ്, വണ്ടിയൊക്കെ നല്ലതാണ്, കിടക്കാച്ചിയാണ്, ഒരു സംശയമില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ നിനക്ക് പണി കിട്ടും. അതല്ല പ്രശ്നം, ഈ സ്പെയർ പാർട്സിനൊക്കെ നല്ല വില കൊടുക്കണം. അതും നീ അധികം മൈൻഡ് ചെയ്യേണ്ട. നീ വിൽക്കാൻ ചെല്ലുമ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ്, ആ സമയത്താണ് നിനക്ക് ശരിക്കും പണി വരുന്നത്. റീസെയിൽ വാല്യൂ വളരെ കുറവാണ്. അപ്പോൾ ഞാനിതെല്ലാം ആലോചിച്ചിട്ട് തൽക്കാലം സ്കോഡ എടുത്ത് മാറ്റിയങ്ങ് വെച്ചു. പിന്നെ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതാണ് ടാറ്റ പഞ്ച്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു മോഡലാണ് പഞ്ച് എന്ന് പറയുന്നത്. പഞ്ച് EV അല്ല, പഞ്ച് ഐസ്. വളരെ മനോഹരമായ ഒതുക്കമുള്ള പോളിഫോർമണി എന്ന് പറയാവുന്ന ഒരു വണ്ടി. ഞാൻ ഷോറൂമിനെ വിളിച്ചു. അവരും ചാടിപ്പറന്നെത്തി. അവരുടെ ടോപ്പ് എൻഡ് വേരിയൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ ആദ്യം ചെക്ക് ചെയ്തൊരു ഫീച്ചർ അതിലില്ല. ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും, വെന്റിലേറ്റഡ് സീറ്റ്. ഞാൻ അപ്പോൾ തന്നെ അത് ഒരു മൈൻഡ് കൊണ്ട് ഞാൻ അങ്ങ് റിജക്റ്റ് ചെയ്തു. വണ്ടി ഓടിയില്ല. വെന്റിലേറ്റഡ് സീറ്റ് ഇല്ലാത്ത ഒരു വണ്ടിയും ഞാൻ ഇനി കൈകൊണ്ട് തുറത്തില്ല എന്നൊരു ശബ്ദം അങ്ങ് പാസ്സാക്കി. ഈ 2026 കേരളം പോലെയുള്ള ഒരു നാട്ടിൽ വെന്റിലേറ്റഡ് സീറ്റ് ഗവൺമെൻറ് നിയമം മൂലം മാൻഡേറ്ററി ആക്കണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അതുപോലെ ചൂടാണ് നമ്മുടെ നാട്ടിൽ. ഇനിയിപ്പോൾ AC ഇല്ലെങ്കിലും സാരമില്ല, പക്ഷേ വെന്റിലേറ്റഡ് സീറ്റ് വേണം. എയർ ബാഗ് ഇല്ലെങ്കിലും നമ്മൾ സഹിക്കും. എൻ്റെ വെന്റിലേറ്റഡ് സീറ്റ് മുത്തപ്പ, എല്ലാ വണ്ടികളിലും ഈ വെന്റിലേറ്റഡ് സീറ്റ് ഒരു ഡിഫോൾട്ട് ഓപ്ഷനാക്കി തന്നുകൂടെ ഞങ്ങൾക്ക്? എന്തായാലും ഞാൻ ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് ടാറ്റ പഞ്ച് റിജക്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ഈ വെന്റിലേറ്റഡ് സീറ്റ് ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ ഈ വണ്ടി വാങ്ങാണ്ടിരുന്നതെന്ന് നാട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? അവിടെ ഇവൻ ഭയങ്കര പരിഷ്കാരിയാണല്ലോ, വെന്റിലേറ്റഡ് സീറ്റ് ഇല്ലാത്ത വണ്ടിയും വാങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞാൻ തക്കതായ ചില കാരണങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കി. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, കൈലാക്കിൻ്റെ അത്രയും സ്മൂത്തല്ല നമ്മുടെ ഈ പഞ്ച്. അതായത് കൈലാക്കിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഞാൻ ഡ്രൈവ് ചെയ്തത്. കൈലാക്കിൽ ഇത് വളരെ സ്മൂത്താണ്. നമ്മൾ ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ അറിയുന്നില്ല. പക്ഷേ പഞ്ചിൽ അങ്ങനെയല്ല. അപ്പോൾ എനിക്കൊന്നും എൻ്റെ ടെക്നോളജി വ്യത്യാസം കൊണ്ട് എന്തൊക്കെയാണ്
പഞ്ചിലെ കുറച്ചും കൂടി ലോവർ ടെക്നോളജിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ കാറിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ ഇവിടെ കമൻറ്റ് ചെയ്യുക എന്താണ് കൈലാക്ക് കുറച്ചും കൂടി സ്മൂത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്തത് എന്നുള്ളത്. ഈ വണ്ടികളൊന്നും എനിക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ മറ്റൊരു കാരണമുണ്ട് കേട്ടോ. അത് നമ്മുടെ സഫാരി തന്നെയാണ്. കാരണം ഈ സഫാരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എന്നെ ഇത്രമാത്രം മോഹിപ്പിച്ച് ആഗ്രഹിപ്പിച്ച അവസാനം വാങ്ങിയ വേറൊരു വണ്ടിയില്ല. അത്രമാത്രം എനിക്കിഷ്ടമായിരുന്നു. ഒരു ആദി പ്രണയം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതെന്നും നമുക്കൊരു പ്രത്യേകതരം അനുഭവമാണ്. ഈവൻ ഒരു ആന പോലാണ് ഈ ടാറ്റ സഫാരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ. നമ്മൾ ആ വണ്ടി അങ്ങോട്ട് എടുത്ത് ഇറങ്ങുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു ചെറിയൊരു മിനി ലോറിയുമായിട്ട് വരുന്ന പോലാണ്. ആ ഒരു റോഡ് പ്രസൻസ്, പിന്നെ ആ ഒരു ഗാംഭീര്യവും, മൊത്തത്തിൽ ഒരു കിടുക്കാച്ചി വണ്ടിയാണ്. ഈ പറഞ്ഞ പോലെ അത്യന്താധുനികമായ ടെക്നോളജി, എയർ ബാഗ്, പിന്നെ നിങ്ങൾക്കറിയാമല്ലോ എന്തൊക്കെയാണ് ടെക്നോളജി നല്ല പുതിയ ഫീച്ചേഴ്സ്. ടെക്നോളജി എന്നല്ല പറയുന്നത്, പുതിയ ഫീച്ചേഴ്സ്, ഓൾ ദ ഗാഡ്ജറ്റ്സ്. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇവനൊരു അസൽ ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു ആൺകുട്ടിയായി. അങ്ങനെ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്, ഏത് വണ്ടി എടുക്കണം. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത വണ്ടികൾക്ക് ഗുണത്തേക്കാളേറെ പല കുഴപ്പങ്ങളുണ്ട്. വെന്റിലേറ്റഡ് സീറ്റില്ല, അതിൻ്റെ ട്രാൻസ്മിഷൻ സ്മൂത്ത് അല്ല, അങ്ങനെ പല പ്രശ്നങ്ങൾ. എന്തായാലും ഒരു പെർഫെക്റ്റ് കാറിന് വേണ്ടിയുള്ള എൻ്റെ ആ ഒരു സെർച്ച് ഇങ്ങനെ തുടരുകയാണ്. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ആ ഒരു ലഡ്ഡു പൊട്ടിയത്. എന്തുകൊണ്ട് ലോ 11 വാങ്ങിക്കൂടാ ആ ഒരു SUV? ഞാൻ ഈ പറയുന്ന SUVയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോകം മൊത്തം ഇവൻ്റെ 3 ഡോർ വേരിയൻ്റാണ് വിൽക്കുന്നത്. പക്ഷേ ഇന്ത്യക്കാർക്ക് കൂടുതൽ ഡോറിൽ കൂടി ചാടിക്കളിക്കാനോ എന്താണോ എന്നറിയില്ല, ഈ കമ്പനിക്ക് തോന്നിയത് ഇവിടെ ഒരു 5 ഡോർ തന്നെ ഇറക്കിയേക്കാം. അങ്ങനെ അവരെ ഇന്ത്യയിൽ 5 ഡോർ വേരിയൻറ്റ് മാത്രം ഇറക്കി. അത് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് അന്ന് അത് വാങ്ങണമെന്ന് തോന്നിയതേയില്ല. കാരണം ഈ 2 എക്സ്ട്രാ ഡോർ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? എന്തായാലും ഞാൻ അതുവഴി കയറാൻ പോകുന്നില്ല. എനിക്ക് ആ ഡോർ വഴി കയറാൻ തക്കതായിട്ട് ആൾക്കാരും ഇല്ല. പിന്നെ ഞാൻ എന്തിനാണ് ഈ 2 എക്സ്ട്രാ ഡോറിന് പൈസ കൊടുക്കുന്നത്? അങ്ങനെ ഞാൻ അത് ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ ഞാൻ ഇവനെ റിജക്റ്റ് ചെയ്തു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി ഇവൻ അത്ര മോശമല്ല. എന്നാലും ഞാൻ ഇവനെ ഒരു സീരിയസ് ആയിട്ട് വാങ്ങേണ്ടുന്ന കൂട്ടത്തിൽ ഞാൻ ഒരിക്കൽ പോലും പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി കാണും. ഇപ്പോൾ തന്നെ ഞാൻ പേര് പറയേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ സുസുക്കി ജിംനി ഇറങ്ങിയപ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു ഇന്ത്യക്കാരായ ഈ വാഹനപ്രേമികൾ. പക്ഷേ എന്തുകൊണ്ടോ സംഭവം ഇന്ത്യയിൽ അത്ര ക്ലിക്കായില്ല. ഒരു കാരണം അവരുടെ പ്രൈസിങ് തന്നെയാണെന്ന് തോന്നുന്നു. പ്രൈസിങ് അത്ര കറക്റ്റ് അല്ല എന്ന് പൊതുവെ നാട്ടുകാർക്ക് തോന്നിക്കാണും. പിന്നെ മൈലേജും കുറവാണ്. കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു അല്ലെങ്കിൽ റിലേറ്റീവ് ടു അതർ കാർസ്. കാരണം ബാക്കിയുള്ള കാറുകൾക്ക് 20ഉം 25ഉം മൈലേജ് വരുമ്പോൾ ഇവിടെ 12ഉം 15ഉമായിട്ടൊക്കെയാണ് ജിംനി വരുന്നത്. മാത്രമല്ല ഈ EV യുഗത്തിൽ 10ഉം 15ഉം മൈലേജായിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കാർ വണ്ടി വാങ്ങുമെന്ന് തോന്നുന്നു. സംഭവം മാരുതിയൊക്കെ തന്നെയാണ്. ജിംനി എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ബ്രാൻഡുമാണ്. പക്ഷേ ഈ വാല്യൂ ഫോർ മണി വിട്ട ഒരു കളി നമ്മൾ ഇന്ത്യക്കാർക്കില്ല. അതിപ്പോൾ മൈലേജ് ആണെങ്കിലും ശരി, റീസെയിൽ വാല്യൂ ആണെങ്കിലും അല്ലെങ്കിൽ വണ്ടിയുടെ വിലയാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും നമ്മൾ ആ വാല്യൂ ഫോർ മണിയുടെ ആൾക്കാരാണ് ഇന്ത്യക്കാർ. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ജിംനി എൻ്റെ മനസ്സിലൊരു ആഗ്രഹമല്ലായിരുന്നു. അത് ഈ മെയിനായിട്ട് ഈ ഡോറിൻ്റെ നമ്പറിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. ജിംനി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജിംനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 ഡോറാണ്. അതാണ് അതിൻ്റെ DNA എന്ന് പറയുന്നത്. ഈ 5 ഡോർ ജിംനി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ DNA തന്നെ മാറ്റിമറിച്ച് ഒരു തരം തവളയും മാക്രിയാക്കിയതുപോലെ മാറി. എന്തായാലും ഞാൻ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന ഒരു മൂഡിലാണിപ്പോൾ. അപ്പോൾ എനിക്കൊരു കുറ്റബോധം ഇല്ലാണ്ട് ഈ സെയിൽസ് പീപ്പിളെ വിളിച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. അങ്ങനെ ഞാൻ വിചാരിച്ച് നേരെ ഷോറൂമിനെ വിളിച്ചു. അവർ വളരെ സന്തോഷത്തോടെ ഒരു തത്തപ്പച്ച ഓട്ടോമാറ്റിക് ജിംനി ആൽഫ വേരിയൻറ്റോ എന്തോ ആണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. ഞാൻ ചാടിക്കയറിയിരുന്ന് ഓടിക്കാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞ പോലെ ഏത് വണ്ടി ഓടിച്ചാലും ടാറ്റ സഫാരി ഓടിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ലക്ഷറി ഫീലിനെ കിട്ടും. എല്ലാം കിടക്കാച്ചിയാണെന്ന് തോന്നും. അതുകൊണ്ട് തന്നെയാണ് ജിംനി എനിക്ക് ഇഷ്ടപ്പെട്ടു. ജിംനിയിൽ എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട്. 6 എയർ ബാഗ്സ് ഉണ്ട്, ക്രൂസ് കൺട്രോൾ ഉണ്ട്, സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ഹിൽ അസിസ്റ്റ്, അങ്ങനെ നമുക്ക് വേണ്ടുന്ന എല്ലാവിധ ഒരു ഫീച്ചേഴ്സും ലോഡഡ് ആയിട്ടാണ് ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റ് വന്നിരിക്കുന്നത്. അലോയ് വീൽസും ഉണ്ട്. പിന്നെ ഹിൽ അസിസ്റ്റ്, ഈ പല വണ്ടികളിലും മുകളിലോട്ട് കയറാനുള്ള അസിസ്റ്റ് ഉണ്ട്, താഴോട്ട് ഇറങ്ങാനുള്ള അസിസ്റ്റ് ഞാൻ പല വണ്ടികളിലും കണ്ടിട്ടില്ല. ഇതിലതുമുണ്ട്. ഇതൊരു തരം മുകളിലോട്ട് കയറാൻ പറ്റും, പക്ഷേ താഴോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല എന്നൊരവസ്ഥയാണ് ബാക്കി വണ്ടിയൊക്കെ. ഈ അഭിമന്യു ചക്രവ്യൂഹത്തിൽപ്പെട്ടതുപോലെയായി മാറും. കാരണം താഴോട്ട് ഇറങ്ങാനാണ് ആക്ച്വലി കുറച്ചും കൂടി ബുദ്ധിമുട്ട്. പിന്നെ അഡാസ് പോലെയുള്ള ചില അത്യന്താധുനികമായ ടെക്നോളജി ഒന്നും ഇതിനകത്തില്ല കേട്ടോ. അത് അത്ര വലിയ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഉണ്ടെങ്കിൽ കൊള്ളാം എന്ന് മാത്രം. ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ദുരിതമാണ് എന്നും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് അത്ര ഒരു സീരിയസ് ഫീച്ചറായിട്ട് ഞാൻ കണക്കാക്കിയിട്ടില്ല, അറ്റ്ലീസ്റ്റ് ഫോർ ടൈം ബീയിങ്. പക്ഷേ ഇതിനകത്തൊരു ഡീൽ ബ്രേക്കർ ഉണ്ട്. അവിടെയാണ് ഞാൻ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയത്. ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ പോലും വെന്റിലേറ്റഡ് സീറ്റ് ഇല്ല. ഭയങ്കരമായി പോയി, പൈശാചികമായി പോയി. അത് കമ്പനി മനഃപൂർവ്വം തരാത്തതാണെന്ന് എനിക്കറിയാം. കാരണം 4x4 വെഹിക്കിളാണ്. അവർ വിചാരിക്കുന്നത് ഈ മഴയത്തും മഞ്ഞത്തും വെയിലിലും എല്ലാം ഓഫ് റോഡ് നടത്തുന്നതിന് എന്തോന്ന് വെന്റിലേറ്റഡ് സീറ്റ്. അങ്ങനെ അവർ വെന്റിലേറ്റഡ് സീറ്റ് ജിംനിക്ക് കൊടുത്തില്ല. പക്ഷേ ഞാൻ ഇതുവരെ ഓടിച്ച എല്ലാ വണ്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ജിംനി എന്നത്. അത് എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. സംതിങ് ഐ കനോട്ട് റിയലി എക്സ്പ്ലെയിൻ. ടെസ്റ്റ് ഡ്രൈവ് നടത്തി വീട്ടിൽ തിരിച്ചു വന്നു. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, വെന്റിലേറ്റഡ് സീറ്റ് ഇല്ലെങ്കിൽ എന്ത്, സംഭവം ജിംനിയാണ്, ഗ്ലോബൽ ബ്രാൻഡാണ്, ഒരു 2 എക്സ്ട്രാ ഡോറും ഉണ്ട്. അത് ഒരുതരം ഫീച്ചേഴ്സൊക്കെ അങ്ങ് കൺസിഡർ ചെയ്താൽ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി വെന്റിലേറ്റഡ് സീറ്റ് ഇല്ല, 2 എക്സ്ട്രാ ഡോറുണ്ട്, അതുകൊണ്ട് ഞാൻ ജിംനി വാങ്ങുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആനമണ്ടത്തരമായി മാറും. അങ്ങനെ ഞാൻ അവസാനം വെന്റിലേറ്റഡ് സീറ്റ് ഇല്ലാത്ത 5 ഡോറുള്ള ആ ജിംനി അങ്ങ് വാങ്ങാൻ തീരുമാനിച്ചു. വേരിയൻറ്റും സെലക്ട് ചെയ്തു, ആൽഫ 80 ഡ്യുവൽ ടോൺ. എന്തായാലും നമ്മൾ വണ്ടിയും ഫിക്സ് ചെയ്തു, വേരിയൻറ്റും ഫിക്സ് ചെയ്തു. ഇനി ഏത് കളർ ജിംനി വാങ്ങണം,
എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഓരോ കളറിനും ഓരോ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണാലിറ്റിയാണുള്ളത്. ഉദാഹരണത്തിന് വെള്ള ജിംനിയുടെ ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ അല്ല ഒരു ബ്ലാക്ക് ജിംനിക്കുള്ളത്. അതുപോലല്ല ഒരു റെഡ് ജിംനിക്ക് അല്ലെങ്കിൽ ഒരു കൈനറ്റിക് യെല്ലോ എന്ന് പറയുന്ന തത്തപ്പച്ച ജിംനിക്കുള്ളത്. ഞാനങ്ങനെ ആകെ വളരെ കൺഫ്യൂസ്ഡായി. ഏത് കളർ വാങ്ങണം? എല്ലാ കളറും കൊള്ളാം. ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്തേക്കാം, ഒരു പബ്ലിക് ഒപ്പീനിയൻ എന്നറിയാം. ഞാൻ പബ്ലിക് ഒപ്പീനിയൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയല്ല ഞാൻ ഏത് ജിംനി വാങ്ങണം. കാരണം ബഹുജനം പലവിധമാണല്ലോ, ഓരോരുത്തർക്കും പല പല അഭിപ്രായങ്ങൾ പറയും. അങ്ങനെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ജിംനിയുടെ കളർ ഏതാണ്? അതായിരുന്നു എൻ്റെ ആ ഒരൊറ്റ ചോദ്യം. പ്രതീക്ഷിച്ചതുപോലെ തന്നെ പലരും പല അഭിപ്രായം പറഞ്ഞു. ചിലർ പറഞ്ഞു ബ്ലാക്ക് വാങ്ങ്, അതിൻ്റെ ഗുണങ്ങൾ പറയുന്നു, ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ജീവാഗൻ ലുക്ക് പോലെയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് പൊതുവേ ബ്ലാക്കിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. കാരണം സംഭവം ഷോറൂമിലൊക്കെ ഷോറൂം കണ്ടീഷനിൽ കാണുവാണെങ്കിൽ ബ്ലാക്ക് നല്ല പ്രീമിയം ലുക്കാണ്, അടിപൊളിയാണ്. പക്ഷേ അല്പമൊക്കെ പൊടി പിടിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് കാണാൻ അത്ര ഒരു സുഖമുള്ളതല്ല. മാത്രമല്ല ബ്ലാക്ക് എന്ന് പറഞ്ഞ ഒരു ഹൈ മെയിൻ്റനൻസ് കളറാണ്. നമ്മളെപ്പോഴും തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഷോറൂം കണ്ടീഷനിൽ കൊണ്ട് നടക്കണം. പിന്നെ വെള്ള വൈറ്റിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു തരം പോലീസ് വണ്ടി ബൊലേറോ പോലെയൊക്കെ തോന്നും. പലരും എൻ്റെ അടുത്ത് പറഞ്ഞു ഈ വൈറ്റ് വാങ്ങണ്ട. പിന്നെ ആകെയുള്ള കളർ ഈ ഗ്രേയും ബ്ലാക്ക് ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നെക്സാ ബ്ലൂ എന്ന് പറയുന്നൊരു കളറുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കൈനറ്റിക് യെല്ലോ, റെഡ്, ഇതൊക്കെയാണ്. അപ്പം അങ്ങനെ ഞാൻ പല കമൻറ്റുകൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അതിലൊരു മച്ചാനിട്ട ഒരു പോസ്റ്റ് എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു, ഞാൻ കൂടുതൽ സെർച്ച് ചെയ്തു. പുള്ളി പറഞ്ഞത് the world is losing its color. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കാറുകൾ, നമ്മുടെ ബൈക്സ്, അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിങ്സുകൾ, നമ്മളിടുന്ന വസ്ത്രങ്ങൾ, ഇതിൻ്റെ എല്ലാം കളറ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വേൾഡ് ഈസ് ഗോയിങ് ടുവേർഡ്സ് ബ്ലാക്ക് ഓർ വൈറ്റ് ഓർ ഗ്രേ കൈൻഡ് ഓഫ് എ കളർ. ഞാൻ അതിനുശേഷം നമ്മുടെ കാറുകളൊക്കെ ഒന്ന് നോക്കിയപ്പോൾ, കാറിൻ്റെ കളറൊക്കെ നോക്കിയപ്പോൾ ശരിയാണ്, ഒരുവിധം കാറുകളെല്ലാം ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ഗ്രേ തട്ടിയും തെറിച്ച ഒരു റെഡ് കാർ വരും. പക്ഷേ നമ്മൾ ഈ യെല്ലോ കാർ അല്ലെങ്കിൽ നല്ല ഈ തത്തപ്പച്ച കാർ, ഒരു ഓറഞ്ച് കളറുള്ള കാർ, ഇതൊന്നും നമ്മളങ്ങനെ അധികം കാണാറില്ല. അപ്പോൾ പുള്ളി പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. എന്നിട്ട് പുള്ളി ഒരു ഉപദേശം തന്നു, വൈ ഡോണ്ട് യു ബ്രിങ് സം കളർ ഇൻ ടു ദിസ് വേൾഡ്. അപ്പോൾ ഞാനും ആലോചിച്ചു, ശരിയാണല്ലോ, ഞാനായിട്ട് എന്തിനി ഈ ലോകത്തെ കൂടുതൽ കറുപ്പിക്കണം അല്ലെങ്കിൽ കൂടുതൽ വെളുപ്പിക്കണം? ഞാനൊരു കാര്യം ചെയ്തേക്കാം, എൻ്റേതായ രീതിയിൽ ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയേക്കാം. ഞാൻ അങ്ങനെ അപ്പോൾ തന്നെ ഡിസൈഡ് ചെയ്തു കൈനറ്റിക് യെല്ലോ. ഇനി കൈനറ്റിക് യെല്ലോ എന്ന് പറയുന്നത് ജിംനിയുടെ ഒരു ഹെറിറ്റേജ് കളറാണ്, അവിടെ ഒരു ഹീറോ കളർ എന്ന് പറയാം. ഒരു മെയിൻ കാരണം ഈ ജിംനി ഒരു റെസ്ക്യൂ വെഹിക്കിളായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത് മലയിടിച്ചിലും ഒക്കെ ഉണ്ടാകുമ്പോൾ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ കൈനറ്റിക് യെല്ലോ എന്ന് പറയുന്ന ഒരു കളർ നമുക്ക് ദൂരെ നിന്ന് തന്നെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് അൺമിസ്റ്റേക്കബിളി ജിംനി. അത്യാവശ്യമല്ല, നല്ലതുപോലെ തന്നെ ഒരു അറ്റൻഷൻ സീക്കിംഗ് കളറാണ്. പക്ഷേ എനിക്ക് ഈ അറ്റൻഷൻ സീക്കിംഗ് കളറിനോട് എനിക്കും വലിയ താല്പര്യമില്ല. അങ്ങനെയാണ് പൊതുവേ ആൾക്കാർക്ക് ഈ അറ്റൻഷൻ സീക്കിംഗ് കളറിനോട് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ ആൾക്കാർ ഈ കറുപ്പും വെളുപ്പൊക്കെ എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കുറച്ചും കൂടി ഒരു ഫ്ലൈ അണ്ടർ ദ റഡാർ എന്നുള്ള ആൾക്കാരായിരിക്കും നമ്മൾ പൊതുവേ ഉള്ള ആൾക്കാർ. കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അല്പം ഫ്ലാഷി ആയിട്ട് നല്ല ബ്രൈറ്റ് കളറും പിന്നെ അതിൻ്റെ മുകളിൽ LED ഡേ ലൈറ്റ് റണ്ണിങ് ലാമ്പും ഒക്കെ പിടിപ്പിച്ച് മൊത്തത്തിൽ നാട്ടുകാരെ എല്ലാം ഒന്ന് കാണിക്കാൻ വേണ്ടി നടക്കുന്ന കുറച്ച് ആൾക്കാർ കാണുമായിരിക്കും. പക്ഷേ പൊതുവേ ആൾക്കാർ അത്യാവശ്യം വേറെ ആരെയും നാട്ടുകാരെയൊക്കെ അറിയിക്കാണ്ട് പോകുന്ന ഒരു കളർ വാങ്ങുമെന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു കളർ കൊണ്ടായിരിക്കും ആൾക്കാർ പക്ഷേ ബ്ലാക്കും വൈറ്റും ഒക്കെ വാങ്ങുന്നത്. മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അത് തന്നെയായിരുന്നു ഒരു നല്ല കളർ, ഈ ബ്ലാക്ക് ജിംനി അല്ലെങ്കിൽ വൈറ്റ് ജിംനി. പക്ഷേ മറ്റേ മച്ചാൻ പറഞ്ഞ പോലെ യു ബ്രിങ് സം കളർ ഇൻ ടു ദിസ് വേൾഡ്. അങ്ങനെ ഞാൻ തീരുമാനിച്ചു കൈനറ്റിക് യെല്ലോ എന്ന കളർ തന്നെ ബുക്ക് ചെയ്തേക്കാം. ഷോറൂംകാരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ കളറാണ് എനിക്ക് വേണ്ടുന്നത്. പുള്ളി ചോദിച്ചു, സാറേ അത് ഈ കളർ ആണെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും, ബ്ലാക്ക് ആണെങ്കിൽ നമുക്ക് ഒരാഴ്ച കൊണ്ട് തരാം, ഇവിടെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ, വെയിറ്റ് ചെയ്തേക്കാം. എത്രമാത്രം വെയിറ്റ് ചെയ്യണം? പുള്ളി പറഞ്ഞു 1 മാസമെങ്കിലും മിനിമം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഞാൻ ഒരു 3000 രൂപ എടുത്ത് കൊടുത്ത് ജിംനി ബുക്ക് ചെയ്തു. ആൽഫ 80 ഡ്യുവൽ ടോൺ കൈനറ്റിക് യെല്ലോ. പിന്നെ സാറിന് എല്ലാ മനുഷ്യന്മാരും ചെയ്യുന്നത് പോലെ, പ്രത്യേകിച്ചും ഈ ധാറും ജിംനിയൊക്കെ വാങ്ങുന്നവർ ചെയ്യുന്നത് പോലെ ഞാനും ഈ ആക്സസറീസ് സെർച്ചിലേക്ക് കടന്നു. കുറച്ച് ഫ്ലാഷി ആക്സസറീസ് ഒന്നും വാങ്ങണമെന്ന് എനിക്ക് താല്പര്യമില്ല, അത്യാവശ്യം എസെൻഷ്യൽ ആക്സസറീസ്. അപ്പം നിങ്ങൾക്ക് ജിംനി വല്ലതും ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്സസറീസ് എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ വളരെയധികം ഉപകാരമായിരുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ഇത്രയും നേരം എന്നെ കേട്ട എന്നോടൊപ്പം ഉണ്ടായിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും വളരെ നന്ദി. ഞാൻ വീണ്ടും വരും ജിംനിയെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകളുമായി. നമ്മുടെ കൂടെ ഉണ്ട് എൻ്റെ ചിവാവ. താങ്ക് യു സോ മച്ച്.